പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വികസിത രാജ്യങ്ങളിലെ വിദ്യാർത്ഥിനികളെ പരിപാലിക്കുന്നത് ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്തി ആ കഴിവ് അല്ലെങ്കിൽ കണ്ടെത്താൻ കുട്ടിയെ സ്വതന്ത്രമാക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ പുതിയ ലോകത്ത് കുട്ടി കാണുന്ന ആ ലോകത്തേക്ക് വിദ്യാർത്ഥിയെ അവൻ്റെ കഴിവുകളെ സ്വതന്ത്രമാക്കി പ്രകടിപ്പിക്കാനും അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കുന്ന അവന് മനസ്സിലാകുന്ന രൂപത്തിൽ അവനെ തന്നെ പരിവർത്തനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ പുതിയ സങ്കേതം ആർജിച്ചെടുക്കാനുമുള്ള ഒരു പഠന രീതിയാണ് ലോകം മുഴുവനും പ്രചാരം നേടിയ മോണ്ടിസോറി വിദ്യാഭ്യാസം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും സ്വീകാര്യത താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഈ രണ്ട് യൂണിവേഴ്സിറ്റിയും അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ വളരെ ഗംഭീരമായി മാതൃഭാഷയിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, നാനാത്വത്തിൽ ഏകത്വം പ്രചരിപ്പിക്കുന്ന രണ്ട് ഗംഭീര സങ്കല്പങ്ങൾ, രണ്ട് ഗംഭീര അവതരണം, രണ്ട് എഡ്യൂക്കേഷണൽ ഏജൻസീസ് ആണ് ഇവ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇഗ്നോയും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇഗ്നോയിലെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ എന്തിനാണ് ഇവിടെ സമയം വിനിയോഗിക്കുന്നത് എന്ന് താങ്കൾ ആശങ്കപ്പെടുന്നുണ്ടാവും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ സ്വന്തം യൂണിവേഴ്സിറ്റിയിലൂടെ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള കൈത്താങ്ങ് അധ്യാപകർക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ താങ്കളെ പ്രേരിപ്പിക്കുന്നത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകൻ എന്നുള്ള നിലക്ക് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധവും മേന്മയുള്ളതുമായ വിദ്യാഭ്യാസം നൽകുന്ന രണ്ട് പ്രമുഖമായ യൂണിവേഴ്സിറ്റീസ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും. ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ രണ്ട് തരം ബിരുദം ഒരേ സമയത്ത് എടുക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിലൂടെ കുട്ടിയുടെ കഴിവ് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ട്രെയിനിങ് തരികയാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മോണ്ടിസോറി വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, വാട്ട് ഈസ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കി തരാനും, ആ മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ കുട്ടികൾക്കുള്ള പ്രത്യേകതകൾ, ആ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട അധ്യാപകരുടെ ദൗത്യം, അവിടെ അസംഖ്യം അധ്യാപകരുടെ സാധ്യതകൾ താങ്കൾ നമ്മുടെ ഈ മലബാറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം 25,000 മോണ്ടിസോറി ഒറിജിനൽ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ, ട്രെയിനേഴ്സ് ഓഫ് ദ ട്രെയിനർ അഥവാ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും അത്രയും പേർക്ക് ജോലി സാധ്യതയുള്ള ബൃഹത്തായ ഒരു ആവിഷ്കരണമാണ്, ഒരു പദ്ധതിയാണ് ഞാൻ ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിലൂടെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരിക്കലും വിട്ടുനിൽക്കാൻ പറ്റില്ല മലയാള ഭാഷ എന്ന് പറയുന്നത്. ആംഗലേയം അഥവാ ഇംഗ്ലീഷ് നമ്മൾക്ക് ആവശ്യമാണ്. ലോകം മുഴുവനും ഉന്നതങ്ങളിലേക്ക് എത്താൻ വേണ്ടി വളരെ നിർബന്ധമാണ്. പക്ഷെ താങ്കളുടെ കുട്ടി ആലോചിച്ച് നോക്കിക്കോളൂ, താങ്കൾ ഏത് പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടാലും, ഏത് പ്രീ പ്രൈമറി സ്കൂളിൽ പോയി വിട്ടാലും, താങ്കളുടെ കുട്ടി വീട്ടിൽ നിത്യേന 6 വയസ്സുവരെ സംസാരിക്കുന്നത് പച്ച മലയാളത്തിൽ തന്നെയാണ്. പക്ഷെ ആ പച്ച മലയാളം കൊളോക്കിയൽ ആയിരിക്കും, ശുദ്ധ മലയാളം ആയിരിക്കില്ല. അത് ആ നാടിൻ്റെ, നിങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഭാഷ, കുടുംബത്തിലെ ഭാഷ, മാതാപിതാക്കളുടെ യഥാർത്ഥ ഭാഷയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ
അവന് ഉന്നതങ്ങളിലേക്ക് അഥവാ അടുത്ത ഭാഷയിലേക്ക് ഇന്റർനാഷണൽ ലാംഗ്വേജിലേക്ക് കുട്ടിയെ കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ താങ്കളെ പ്രാപ്തനാക്കുക അഥവാ ഒരു മോണ്ടിസോറി അധ്യാപകൻ മോണ്ടിസോറി അധ്യാപികയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത്. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അത് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലൻഡഡ് എഡ്യൂക്കേഷൻ ആണ്. ബ്ലൻഡഡ് രണ്ടെണ്ണത്തെ കൂട്ടി യോജിപ്പിക്കുന്ന ബ്ലൻഡഡ് എഡ്യൂക്കേഷൻ ആണ്. മാതൃഭാഷയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ആംഗലേയ ഭാഷയെ ശുദ്ധമായ ഇംഗ്ലീഷ് സംസാരത്തിലൂടെ ശുദ്ധമായ ഇംഗ്ലീഷ് പ്രക്രിയയിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള യഥാർത്ഥ കണ്ടന്റുകൾ കൊടുക്കുന്ന രൂപത്തിൽ താങ്കളെ ആദ്യം ഒരു ഡിഗ്രി ഹോൾഡറാക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗംഭീരമായ 4 കോഴ്സുകളിൽ താങ്കളുടെ ഇഷ്ടമനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഒരു മോണ്ടിസോറി വിദ്യാഭ്യാസത്തേക്ക് താങ്കളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ധർമ്മം. ഏതൊക്കെയാണ് 4 പ്രോഗ്രാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ, ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അഥവാ മോണ്ടിസോറി പ്രൈമറി എഡ്യൂക്കേഷൻ അഥവാ സർട്ടിഫിക്കറ്റ് ഇൻ ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് കെയർ. ഒരിക്കലും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം ശാരീരിക മാനസിക ആരോഗ്യ പരിപാലനത്തെ പോഷകാഹാര പരിപാടിയെ മാറ്റി നിർത്താൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ താങ്കൾ സ്കിപ്പ് ചെയ്യരുത്. ഇനിയാണ് ഞാൻ യഥാർത്ഥ കണ്ടന്റിലേക്ക് വരുന്നത്. ഇൻട്രോ ഇത്തിരി ദീർഘിപ്പിക്കാൻ കാരണം താങ്കൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അത് താങ്കൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട് എങ്കിൽ തുടർന്ന് താങ്കൾ ഇതിലേക്ക് കയറി വരാനും അങ്ങനെ നല്ല ഒരു കൈത്താങ് താങ്കൾക്ക് നൽകാനുമാണ് ഇത്രയും ദീർഘിച്ച ഒരു ഇൻട്രോ ഞാൻ നൽകിയത്. താങ്കൾക്ക് ഇത് ഏകദേശം മനസ്സിലായെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പൊയ്ക്കോളൂ. പക്ഷെ താങ്കൾക്ക് ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. കാരണം എൻ്റെ ഉദ്ദേശങ്ങൾ വളരെ വലുതാണ്, ഉദ്ദേശങ്ങൾ വളരെ ലഘുവാണ്. കുറഞ്ഞ ഫീസിൽ UG PG ഡിഗ്രി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലോ ഹിന്ദി മീഡിയത്തിലോ ഒരു UG PG അല്ലെങ്കിൽ മലയാളം മീഡിയത്തിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു ഡിഗ്രി, ഒപ്പം തന്നെ ഗംഭീരമായ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. സയൻസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ നമുക്ക് ഒരു ബിരുദവും പ്രൈമറി TTC അഥവാ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അഥവാ എലിമെന്ററി എഡ്യൂക്കേഷൻ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ, അഡ്വാൻസ്ഡ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷനിലൂടെ താങ്കൾക്ക് ഉറച്ച ഒരു ജോലി കുറഞ്ഞ ഫീസിൽ എലിമെന്ററി TTCയെ ആഴത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലെ യഥാർത്ഥ ഉദ്ദേശം. ഒപ്പം ഇതിനോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെയും ഇഗ്നോയും ഞാൻ ഒരു ചെറിയ താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ ഭംഗിയായി ഈ ഒരു ഘട്ടത്തിലേക്ക് പോകാം. ആർ യു റെഡി? നമ്മൾ ഇതൊരു ട്രെയിനിങ് പോലെ താങ്കൾക്ക് കരുതിക്കോളൂ. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒരു ട്രെയിനിങ് പോലെ താങ്കൾ കരുതിയാൽ മതി. എന്താണ് യഥാർത്ഥ മോണ്ടിസോറി വിദ്യാഭ്യാസം? വാട്ട് ഈസ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ? നമ്മുടെ നാട്ടിൽ ഈ പേരും പറഞ്ഞ് ഒരുപാട് പേർ ഒരുപാട് പ്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരത് തെറ്റിദ്ധരിച്ച് ഇതാണ് മോണ്ടിസോറി ഇതാണ് മോണ്ടിസോറി എന്ന് പറഞ്ഞ് അവർ എന്തോ പറഞ്ഞ് എന്തോ നൽകി വഞ്ചിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ട്. നാമമാത്രമായ ഫീയേ ഇവിടെ ആവശ്യമുള്ളൂ. ഉയർന്ന ഫീ ഒന്നും ആവശ്യമില്ല. നാമമാത്രമായ ഫീയിൽ ഈ ബ്ലൻഡഡ് എഡ്യൂക്കേഷനിലൂടെ മുബാറക് മാസ്റ്റർ താങ്കളെ പരിചയപ്പെടുത്തുന്നത് സുവ്യക്തമായ ഒരു ഡിഗ്രി. അത് ഇംഗ്ലീഷ് മീഡിയത്തിലോ ഹിന്ദി മീഡിയത്തിലോ ഇഗ്നോയിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നോ മലയാളം മീഡിയത്തിൽ നിന്നോ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ രണ്ടിലൂടെ ഒരു ഉറച്ച ഒരു മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, എന്താണ് ആക്ച്വലി മോണ്ടിസോറി എഡ്യൂക്കേഷൻ?
വികസിത രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ചില സംഗതികളെയാണ് ഞാൻ ഇവിടെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി അക്കാഡമി, ബ്രിട്ടനിലെ മോണ്ടിസോറി അക്കാഡമിയെയാണ് ഞാൻ ഇവിടെ ഒരു റോൾ മോഡലായി താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ മറിയ മോണ്ടിസോറി നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ദ ചൈൽഡ്സ് പൊട്ടൻഷ്യൽ. ഓരോ വിദ്യാർത്ഥികളിലും അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ സ്വതന്ത്രമാക്കുക, പുതിയ ലോകത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുക, അഥവാ പരിവർത്തനത്തിന്റെ ലോകത്തിലേക്ക് അവരെ വിധേയമാക്കുക, പുതിയ ലോകം അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ കാണിച്ചു കൊടുക്കുക. എന്താണ് ഇവിടെ സത്യത്തിൽ? ഹൗ ഈസ് മോണ്ടിസോറി ഡിഫറൻറ്റ്? There are many differences between Montessori early education and play-based child care. നമ്മുടെ നാട്ടിലുള്ളതെല്ലാം പ്ലേ സ്കൂളുകളാണ്. കളിക്കാൻ വേണ്ടി അവർ കുറേ കളിക്കും, പിന്നെ കുറേ നേരം വിശ്രമിക്കും, പാലും ഭക്ഷണവും അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരെ കുറച്ച് ABCD എന്ന് പറഞ്ഞ് കുറേ സംഗതികൾ പഠിപ്പിക്കും. എന്നിട്ട് അവർ ഇടക്കിടക്ക് ഓരോ ക്യാമ്പ് സംഘടിപ്പിക്കും, രക്ഷിതാക്കളെയും കൊണ്ടുവരും, കുട്ടികളെ കൊണ്ട് കുറച്ച് പാട്ട് പാടിപ്പിക്കും, കുറച്ച് റൈംസ് ചൊല്ലിപ്പിക്കും. അപ്പം നമ്മൾ സംതൃപ്തരാണ്, കൊടുക്കുന്ന കാശിന് അവർ ഓക്കെ. പക്ഷെ അവർ കൈകാര്യം ചെയ്യുന്നത് ഇതാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് മോണ്ടിസോറി വിദ്യാഭ്യാസം നേടാൻ വേണ്ടി, മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ടീച്ചർ ആകാൻ വേണ്ടി, അതാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മുമ്പിലുള്ള ടാർഗറ്റ് ഗ്രൂപ്പ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന, PG ചെയ്തുകൊണ്ടിരിക്കുന്ന, +2 കഴിഞ്ഞ, അഥവാ 18 വയസ്സ് 19 വയസ്സുള്ള ഈ ഒരു കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു മാതാവിൻ്റെ റോളിലേക്ക് എത്താനുള്ള മനസ്സുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥിയോടാണ് ഞാൻ ഇക്കാര്യം സംസാരിക്കുന്നത്. The core differences stem from Montessori curriculum, Montessori materials, educator role and the pre-prepared environment. Montessori education is designed to provide children with the optimal learning environment. നിങ്ങൾക്ക് ഓപ്റ്റിമം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ. ഏറ്റവും അനുയോജ്യമായ, so suitable, optimum learning environment to nurture their full potential. To nurture, പരിപാലിക്കാൻ, ലാളിക്കാൻ, പരിപാലിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാനുള്ള, അവരുടെ യഥാർത്ഥ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. വാട്ട് ഈസ് ദ മോണ്ടിസോറി ഡിഫറൻസ്? എന്താണ് മോണ്ടിസോറി ഡിഫറൻസ് ചെയ്തിരിക്കുന്നത്? അൺലൈക്ക് ട്രഡീഷണൽ പ്രീ സ്കൂൾസ് ആൻഡ് ചൈൽഡ് കെയർ സെന്റേഴ്സ്, പ്രീ സ്കൂളുകളിലും ചൈൽഡ് കെയർ സെന്റേഴ്സിൽ നിന്ന് മോണ്ടിസോറി early learning centers are designed to nurture children's complete development by providing them with the optimum learning environment, educational materials and teaching guidance to discover their potential. ഒരു വ്യക്തിയുടെ അഥവാ ഒരു ശിശുവിൻ്റെ ഏറ്റവും മനോഹരമായ പരിപാലനത്തിന് ഉതകുന്ന ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ, ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ ഉപകരണങ്ങളിലൂടെ, ആ കുട്ടി ആവശ്യപ്പെടുന്ന ഗൈഡൻസിലൂടെ ആ കുട്ടിയെ മനസ്സിലാക്കി ആ കുട്ടിയെ യഥാർത്ഥ ഒരു വിദ്യാർത്ഥിയുടെ റോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നീഡ് ബേസ്ഡ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് മോണ്ടിസോറി നമുക്ക് നൽകുന്നത്. മോണ്ടിസോറി ലേണിംഗ് ഈസ് ലാർജ്ലി ആക്റ്റീവ്, ഫുൾ ടൈം അവിടെ ആക്റ്റീവാണ്, സ്റ്റുഡൻറ് സെൻറ്റർ, ചൈൽഡ് സെൻറ്റർ ആണ്, ഇൻഡിവിജ്വലി പേസ്ഡ്. ഓരോ വ്യക്തിക്കും ഓരോ കുട്ടിക്കും പ്രത്യേകതയാണ്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ഹാവ് ദെയർ ഓൺ യുണീക്ക് പൊട്ടൻഷ്യൽസ്. അവർ 0 മുതൽ 2 വയസ്സ് വരെ, അപ്പോൾ ഇൻഫാന്റ് പ്രോഗ്രാം, 2 മുതൽ 3 വയസ്സ് വരെ ടഡ്ലർ പ്രോഗ്രാം, 3 മുതൽ 6 വരെ പ്രീ സ്കൂൾ പ്രോഗ്രാം. പക്ഷെ കുട്ടികളെല്ലാം ഒരേ സെക്ടറിലാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. 3 റൂമിലല്ല. ഇൻഫാന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരു ക്ലാസ് റൂം, ടഡ്ലർ എന്ന് പറയുന്നത് വേറെ ഒരു ക്ലാസ് റൂം, പ്രീ സ്കൂൾ എന്ന് പറഞ്ഞ് 2 LKG ഒരു ക്ലാസ് റൂം, UKG എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് റൂം, അങ്ങനെ 4 ക്ലാസ് റൂമിലല്ല, ഒരേ ക്ലാസ് റൂമിൽ വ്യത്യസ്ത പഠനാനുഭവങ്ങൾ ചേട്ടന്മാർ കാണുന്നത് കണ്ട്
അനിയന്മാർ ചെയ്യുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തോടു കൂടിയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്നത്. നമുക്ക് കീ ഡിഫറൻസസ് ഒന്ന് നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ കീ ഡിഫറൻസസ്? ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് tailored to each child's stage of development, interest and needs. ഒരു ക്ലാസ് മുറിയിൽ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾ എല്ലാവരുമുണ്ട്. ഓരോ കുട്ടിയെയും ഓരോ തരം അധ്യാപകർ കെയർ ചെയ്യുന്നു. ഇൻഡിവിജ്വൽ കെയർ ആണ് അവിടെ നൽകുന്നത്. എത്തരത്തിലുള്ള കെയർ ആണ് അവിടെ നൽകുന്നത് എന്ന് നമുക്ക് കുറച്ച് നന്നായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് നമുക്കിവിടെ വ്യക്തമാക്കാം. ഒരു കാര്യവും കൂടി നമുക്കത് വ്യക്തമാക്കി തരാനാണ് ഇത് നമുക്ക് സഹായം. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. ഒരു പഠനാന്തരീക്ഷം ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇവിടെ കുട്ടി സ്വയമേ കൈകാര്യം ചെയ്യാൻ നടക്കാൻ പ്രാപ്തിയായ 2 വയസ്സുള്ള കുട്ടി മുതലാണ് ഈ ഒരു മോണ്ടിസോറി സെക്ടറിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവൻ്റേതായിട്ടുള്ള അവന് ഏറ്റവും ഇഷ്ടം, ആ ശിശുവിന് ഏറ്റവും ഇഷ്ടം കളേഴ്സാണ്. പിന്നെ ആക്ടിവിറ്റിയാണ്. ഈ കളേഴ്സിൻ്റെയും ആക്ടിവിറ്റിയുടെയും ഒരു ചേരുവ നൽകി ഒരു മനോഹരമായ സെറ്റപ്പ്ഡ് ഒരു ഓർഗനൈസേഷൻ. ഓരോ കുട്ടിക്കും അവരവൻ്റേതായിട്ടുള്ള സ്പേസ്. അതാണ് ഇവിടെ പ്രത്യേകത. ഇവിടെയുണ്ട് വ്യത്യസ്തങ്ങളായി, ഇതിൻ്റെ ഇപ്പുറത്തെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പേസ്. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള സ്പേസ്, ആ കുട്ടി എന്താണോ മെറ്റീരിയൽ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള മെറ്റീരിയൽ, ആ കുട്ടിയെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ ഉതകുന്ന പ്രീ അറേഞ്ച്ഡ് ക്ലാസ് റൂംസ്. ആ പ്രത്യേകതകളിലൂടെ കുട്ടി അവൻ്റേതായിട്ടുള്ള പഠനാനുഭവങ്ങളിൽ എത്തുന്നു. നോക്കൂ, ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ഈച്ച് വൺ ടീച്ച് വൺ അല്ല, ഇവിടെ ഈച്ച് വൺ കെയർ വൺ എന്നുള്ളതാണ്. ഇത് ചൈൽഡ് കെയർ സെറ്റപ്പാണ്. ശിശു പരിപാലന രീതിയാണ്. ഒരു അധ്യാപിക, ഒരു കുട്ടി, ഒരു കുട്ടി മാറി നിന്ന് കുട്ടിക്ക് വേണ്ട ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഒരുക്കുന്നു. കുട്ടി അടുത്ത മൊമെന്റുകളിലേക്ക് കുട്ടിയെ ആകർഷിക്കുന്നു. കുട്ടിയുടേതായിട്ടുള്ള രൂപത്തിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും വെച്ചുകൊണ്ടുള്ള മനോഹരമായ പഠനാന്തരീക്ഷമാണ് ഇവിടെ മോണ്ടിസോറിയിൽ ഒരുക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികളല്ല. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ള വിവിധ തരങ്ങളിലുള്ള കുട്ടികളാണ്. അവരുടേതായിട്ടുള്ള ചില സെറ്റപ്പുകളിലേക്ക് നമ്മൾ ഒരുക്കി അവരെ തയ്യാറെടുപ്പിക്കുകയാണ്. അവൻ്റെ കളി, അവൻ്റെ പഠന രീതി, അവൻ്റെ തെരഞ്ഞെടുപ്പ്, വാട്ട് വി വാണ്ട് ടു ചൂസ് എന്നുള്ളത് ബേസിക്കിൽ തന്നെ ആ കുഞ്ഞിന് കൊടുക്കുന്ന ആ ഒരു രീതി, ശിക്ഷണം എന്നുള്ളതല്ല, ഒരു ശിക്ഷ എന്നുള്ള രൂപമല്ല, അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റൽ സെറ്റപ്പ് കൊടുക്കുക. ആ കുട്ടിക്ക് എന്താണോ ആവശ്യം ഓരോ കുട്ടിയെയും മനസ്സിലാക്കി ചെയ്യാൻ അധ്യാപകരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. കുട്ടികളെ സ്വതന്ത്രമാക്കി വിടുകയും അവൻ്റേതായിട്ടുള്ള ചേരുവകൾ കൊടുക്കുകയും എന്നാൽ ആ കുട്ടിയെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടി അവർ പരിപാലിക്കുകയും ചെയ്യുന്ന ടീച്ചറുടെ റോൾ, ടീച്ചറുടെ കണ്ണ്, ടീച്ചറുടെ ചിന്ത പരിപൂർണമായും ഈ ക്ലാസ് മുറികളിലെ ഒരു പ്രീ ടൈം ടേബിൾ അല്ലാതെ, അതാണ് ഇവിടെ ഏറ്റവും വലിയത്. ഒരു ടൈം ടേബിൾ മുന്നിൽ വന്നാൽ ഈ സമയത്ത് ഞാൻ ഇന്നത് അച്ചീവ് ചെയ്യണം, അതാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പോലെ പരീക്ഷ കഴിഞ്ഞാൽ അത് വലിച്ചെറിയും, അതുപോലെയുള്ള ഒരു അന്തരീക്ഷം ആ ഒരു സെറ്റപ്പിൽ നിന്ന് വളരെ മാറിക്കൊണ്ടാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ആൾ ലേണിംഗ് സ്റ്റൈൽസ് അഡ്രസ്ഡ്, എല്ലാ ലേണിംഗ് സ്റ്റൈലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നു മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ. പക്ഷേ ഗ്രൂപ്പ് ബേസ്ഡ് ലെസൺസ് ആണ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻസിൽ നൽകുന്നത്. അതുപോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് എൻകറേജ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് ത്രൂ റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. കുട്ടിക്ക് സ്വതന്ത്രമായ രൂപത്തിൽ റിപ്പീറ്റ് റിഹേഴ്സൽ റീഇൻഫോഴ്സ് എന്നുള്ള രൂപത്തിൽ കുട്ടിയെ പരിപോഷിപ്പിക്കുകയാണ്. ഇവിടെ ലാർജ്ലി പ്ലേ ബേസ്ഡ് ആൻഡ് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഒരു പ്രോജക്റ്റ് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംഗതി, അതിൻ്റെ അപ്പുറത്തേക്ക് കടത്താൻ ട്രഡീഷണൽ എഡ്യൂക്കേഷന് പരിമിതിയുണ്ട്. പക്ഷേ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ബിയോണ്ട്
ഹൊറൈസൺ ആണ്, ചക്രവാളങ്ങൾക്ക് അപ്പുറത്താണ്. മോണ്ടിസോറി കരിക്കുലം ഫോക്കസസ് ഓൺ എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ ചൈൽഡ്. ഒരു കുട്ടിയുടെ സമൂലമായ വിദ്യാഭ്യാസ പ്രക്രിയയാണ് അത് ആ കരിക്കുലം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ട്രഡീഷണൽ രൂപത്തിൽ ചിൽഡ്രൻ ലേൺ ബൈ പ്ലേയിങ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ റിസോഴ്സസ് വെച്ച് മാത്രമാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രിപ്പയർഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഇവിടെ കൊടുക്കുന്നു, പ്രീ പ്രിപ്പയർഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ് കൊടുക്കുന്നു. ഇവിടെ ചിൽഡ്രൻസ് ലേണിംഗ് ഈസ് അസസ്ഡ് എഗെയിൻസ്റ്റ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആൻഡ് EYLF. EYLF എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സോൾലി ബേസ്ഡ് ഓൺ ഏർലി ഇയേഴ്സ് ലേണിംഗ് ഫ്രെയിംവർക്ക്. കരിക്കുലം ഫ്രെയിംവർക്കിന്റെ കരിക്കുലം ഡിസൈനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ചോയ്സ്. കുട്ടിക്ക് സ്വതന്ത്രമായി ചലിക്കാനും സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാനുമുള്ള ഒരു അവസരം. ഇവിടെ ക്ലാസ് റൂം സ്ട്രക്ചർ ചേഞ്ചസ് ആണ്, ഓരോ മിനിറ്റിലും ക്ലാസ് റൂം സ്ട്രക്ചേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത്. എംഫസിസ് ഓൺ ലേണിംഗ് ത്രൂ റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. മോണ്ടിസോറി മെത്തേഡിലെ റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസിന് കൂടുതൽ പരിഗണന നൽകുന്നു, എംഫസൈസിങ് നൽകുന്നു. ലേണിംഗ് പരിപാടിയിലെ ക്ലാസ് റൂം സ്ട്രക്ചർ ചേഞ്ചസിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ പ്രൈസ് ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ, പുറത്തു നിന്ന് മാറി നിന്ന് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന്. പക്ഷെ ഇവിടെ ഫോക്കസ് ഓൺ ഇൻസ്ട്രിങ്സ് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവനിൽ അന്തർലീനമായ അവൻ്റേതായിട്ടുള്ള ഒരു മോട്ടിവേഷനിലെ ഒരു പ്രചോദനത്തിലൂടെ അതിന് ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം. ഇവിടെ ക്ലാസ് റൂം റൂൾസ് ഉണ്ട്, പക്ഷേ ഇവിടെ ക്ലാസ് റൂം റൂൾസിന് ഉപരിയായിക്കൊണ്ട് ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്, ഒരു പ്രത്യേക ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നു. ആ ലിമിറ്റിൻ്റെ ഒരു ചെറിയ ലിമിറ്റ് അല്ല, ഒരു വിശാലമായ ഒരു ലിമിറ്റ് കൊടുത്ത് വളരെ വാച്ച് ചെയ്യുന്ന അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഓരോ കുട്ടിയെയും രണ്ട് കണ്ണുകൾ പായിച്ചുകൊണ്ട് ആ കുട്ടി ചെയ്യുന്നതിനെ അപഗ്രഥിക്കുന്നു, ആ കുട്ടി ചെയ്യുന്നതിനെ നിരീക്ഷിക്കുന്നു, ആ കുട്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് അസസ് ചെയ്യുന്നു. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ആ കുട്ടിക്ക് ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. വാട്ട് ഈസ് മോണ്ടിസോറി ഡിഫറൻസസ്? ഇതാണ്. കുട്ടി സ്വതന്ത്രമായി ഇങ്ങനെ വേണോ അതോ ഇങ്ങനെ വേണോ അതോ അങ്ങനെ വേണോ, സ്വയമേ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് കരിക്കുലമാണ്. ഓരോ വ്യക്തിക്കും ഓരോ കരിക്കുലം. അതാണ് അവിടെ 40 കുട്ടികൾക്കുള്ള ഒരു കരിക്കുലം, 30 കുട്ടികൾക്കുള്ള ഒരു കരിക്കുലം. ബട്ട് മോണ്ടിസോറി ലേണിംഗ് പ്രോഗ്രാംസ് ആർ പേഴ്സണലൈസ്ഡ് ടു ഈച്ച് ചൈൽഡ് ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഇവിടെ ചിലപ്പോൾ 2 വയസ്സ് കുട്ടിയായിരിക്കാം, അപ്പുറത്ത് ചിലപ്പോൾ 4 വയസ്സ് കുട്ടിയായിരിക്കാം, ചിലപ്പോൾ 5.5 വയസ്സ് കുട്ടിയായിരിക്കാം, ചിലപ്പോൾ 6 വയസ്സ് കുട്ടിയായിരിക്കാം, ആൺകുട്ടിയായിരിക്കാം, പെൺകുട്ടിയായിരിക്കാം. അവൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവൻ്റെ ആവശ്യമനുസരിച്ച് മറ്റ് സുഹൃത്തുക്കൾ, സഹകൂട്ടുകാർ, സഹപാഠികൾ, അവരുടെ ഇടയിലും ഉണ്ടല്ലോ സഹപാഠികൾ, അവർ തമ്മിലുള്ള ആ ഒരു എഡ്യൂക്കേറ്റർ അതിനെ കുട്ടിയുടെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്ത് അതനുസരിച്ചുള്ള ചൈൽഡ്സ് അക്കാഡമിക് പ്രോഗ്രസ് എന്താണ് എന്ന് മനസ്സിലാക്കി 1-on-1 ബേസ്ഡ് മെറ്റീരിയൽസ് ആ കുട്ടിക്ക് ഉറപ്പിക്കുന്നതാണ് അതിൻ്റെ കരിക്കുലം എന്ന് മനസ്സിലാക്കുക. പ്രിപ്പയർഡ് വേണമെങ്കിൽ പ്രീ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നേരത്തെ അവിടെ ഒരുക്കി വയ്ക്കുന്നു വിത്ത് ഓൾ സേഫ്റ്റി മെഷേഴ്സ്. ദ മോണ്ടിസോറി ക്ലാസ് റൂം ഈസ് റെഫേർഡ് ടു ആസ് ദ പ്രീ പ്രിപ്പയർഡ് ഞാൻ അതിനോടൊപ്പം പ്രീയും കൂടി ചേർക്കുന്നുണ്ട്. പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ തയ്യാറാക്കിയ, ഞാൻ നേരത്തെ തയ്യാറാക്കിയത്, വളരെ നേരത്തെ തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഞാൻ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രീ prepared environment because it is purposefully arranged by a trained Montessori educator. ആ വാക്കിനാണ് ഇവിടെ ഊന്നൽ. നിങ്ങൾ ട്രെയിൻഡ് മോണ്ടിസോറി എഡ്യൂക്കേറ്റർ ആണോ? വാട്ട് യു മീൻ ട്രെയിനിങ്? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പരിശീലനം തന്നെയാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യം സിലബസിലൂടെ നൽകി താങ്കളെ 2 മാസം 3 മാസമല്ല 6 മാസം ഒരു വിദ്യാലയത്തിൽ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ സെറ്റപ്പിൽ താങ്കൾക്ക് ട്രെയിനിങ് നൽകി അത്തരത്തിലുള്ള മഹത്വങ്ങളായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ താങ്കളെ പക്വതപ്പെടുത്തി പരിപാലിപ്പിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ താങ്കൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. മാത്രമല്ല ഇതിൽ വേറെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ആണ് UGC സ്കെയിലിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ അധ്യാപകർക്ക് വാരിക്കോരി ശമ്പളം കൊടുക്കുന്നത്. എന്നാൽ വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതും ഡോക്ടറേറ്റും PhD അഥവാ വലിയ വിദ്യാഭ്യാസവും റിസർച്ച്
റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ള മാനേജ്മെൻ്റ് ഒക്കെ, ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ്, ഇതെല്ലാം ചെയ്യുന്നത് പ്രീ പ്രൈമറി സെക്ടറിൽ കൈകാര്യം ചെയ്യുന്ന, മോണ്ടിസോറി മെത്തേഡിൽ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ്. ഏർലി ചൈൽഡ്ഹുഡ് മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ്. ഇൻഫാൻറ്റ് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ്. ടഡ്ലർ മേഖലയിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ്. പ്രീ സ്കൂൾ മെത്തേഡിലുള്ള കരിക്കുലം കൈകാര്യം ചെയ്യേണ്ട വിദഗ്ധരായ അധ്യാപകരാണ് എന്ന് മനസ്സിലാക്കുക. അതിലുപരി മോണ്ടിസോറി മെറ്റീരിയൽസ് ആർ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ടൂൾസ് ദാറ്റ് ഗൈഡ് ചിൽഡ്രൻ ടു ഡിസ്കവർ key learning outcomes through repetition and practice. Montessori material isolate one concept or skill and are designed with an inbuilt control of error. കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാക്കാണ്. ദിസ് അലൗസ് ചിൽഡ്രൻ ടു ഡിസ്കവർ ദ ഔട്ട്കം ഓഫ് ദ മെറ്റീരിയൽ ത്രൂ ഇൻഡിപെൻഡന്റ് എക്സ്പ്ലോറേഷൻ അറ്റ് ദെയർ ഓൺ pace. As children progress through the curriculum, the Montessori material increase in complexity, providing opportunities to extend on learning. പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമായി, അത് ദൈർഘ്യമേറിയ അടുത്ത ഘട്ടങ്ങളിലേക്ക് വികാസം സംഭവിക്കുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ്. അത്തരത്തിലുള്ള മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ ചൈൽഡ്, ഒരു കുട്ടിയുടെ സമൂലമായ വിദ്യാഭ്യാസ പരിവർത്തന രീതിയാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ നർച്ചറിംഗ് ഈച്ച് ചൈൽഡ്സ് പൊട്ടൻഷ്യൽ ബൈ പ്രൊവൈഡിംഗ് ലേണിംഗ് എക്സ്പീരിയൻസസ് ദാറ്റ് സപ്പോർട്ട് ദെയർ ഇന്റലക്ച്വൽ, ബുദ്ധിപരമായ, ഒരു കുട്ടിയുടെ ബുദ്ധിപരമായ, ശാരീരികമായ, വൈകാരികമായ, സാമൂഹികമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസും കൊടുക്കാനാണ് ഇവിടെ അതിൻ്റെ ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് അത്തരത്തിൽ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അധ്യാപക വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുകയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ പ്രോഗ്രാം അഥവാ ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറി കരിക്കുലം ആൾസോ കവേഴ്സ് പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ ആൻഡ് കൾച്ചർ. All the aspects of children's development and learning are intertwined and viewed as equally important. കുട്ടിയുടെ സർവ്വതോന്മുഖമായ പുരോഗതി, അവൻ്റെ സെൻസോറിയൽ, അവൻ്റെ സംവേദന ശക്തിക്കും അവൻ്റെ നിത്യേന ഇടപെടുന്ന കാര്യങ്ങളിലും അവൻ്റെ സാംസ്കാരിക പൈതൃകത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ഇൻ്റർവ്യൂവിനിടെ പരസ്പരം ഇഴചേർന്നിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ ചൈൽഡ് എന്നുള്ളത്. പ്രിപ്പയർഡ് എൻവയോൺമെന്റിലാണ് ഈ ക്ലാസ് മുറികളെല്ലാം നടക്കുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ചോയ്സ് കുട്ടിക്കാണ് നൽകുന്നത്. അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് ഇഷ്ടമുള്ള രീതിയിലാണ് അവൻ പഠിപ്പിക്കുന്നത്. ഈ രാവിലെ കണക്ക്, ഉച്ചയ്ക്ക് സാമൂഹ്യ ശാസ്ത്രം, പിന്നെ എൻവയോൺമെന്റൽ സയൻസ്, പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെയല്ല. അത് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അവൻ എടുത്തുകൊണ്ട് വരുന്ന അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് ഉള്ളത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ടേം ആണ് എന്ന് മനസ്സിലാക്കുക. ദ മോണ്ടിസോറി അപ്രോച്ച് ടേക്സ് ദ വ്യൂ ദാറ്റ് ലേണിംഗ് ഈസ് ഇറ്റ്സ് ഓൺ റിവാർഡ്. കുട്ടിയുടെ സ്വന്തം അവാർഡാണ് അഥവാ റിവാർഡാണ് അഥവാ ഗുണമാണ്, നേതൃത്വ പാഠവുമാണ്, അംഗീകാരമാണ്. In the Montessori classroom there aren't any gold star to reward children's learning. Instead, children derive a sense of accomplishment from completing an activity and learning to do it for themselves. അവൻ്റേതായുള്ള പേസിൽ, അവൻ്റേതായിട്ടുള്ള സ്പീഡിൽ, അവൻ്റേതായിട്ടുള്ള അക്യുറസിയിൽ
അവനത് പൂർത്തീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വർക്ക് സൈക്കിൾ വളരെ വലിയ ഒരു കോൺസെപ്റ്റാണ്. വർക്ക് സൈക്കിൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഓട്ടോ എഡ്യൂക്കേഷൻ മെത്തേഡാണ് ഇവിടെ കൊടുക്കുന്നത്. വൺ ഓഫ് ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി മെത്തേഡ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓട്ടോ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ചിൽഡ്രൻ ആർ capable and willing to teach themselves. They are capable and willing to teach themselves in they are provided with interesting learning stimulus. Montessori materials were developed to meet this need and empower children with the ability to direct their own education. Montessori educators, താങ്കൾ ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്യുന്ന താങ്കൾക്ക് പ്രീ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റും ഗൈഡൻസും എൻകറേജ്മെൻറ്റും ഒരു വിദ്യാർത്ഥി പരിപോഷണ പരിപാടിയിലേക്കാണ് താങ്കളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇവിടെ ഏറ്റവും നല്ലത്. ടീച്ചറിന് അങ്ങേയറ്റത്തെ ഒരു റോൾ ഉണ്ട്. ദ റോൾ ഓഫ് ദ മോണ്ടിസോറി എഡ്യൂക്കേറ്റർ ഈസ് ടു ഒബ്സർവ്, നിരീക്ഷിക്കുക, അത് ട്രാക്കാക്ക നേരായ മാർഗത്തിലാണോ നേരായ രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡ്, കൃത്യമായ ഒരു കൈത്താങ് കൊടുക്കുക. അത് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാനുള്ള ഒരു ചൈൽഡ്സ് ലേണിംഗ് പ്രോസസ്സിലേക്ക് അത് മാറ്റുക. ദേ ഒബ്സർവ്, ദാറ്റ് മീൻസ് ദ ടീച്ചേഴ്സ്, ദ മോണ്ടിസോറി എഡ്യൂക്കേറ്റർ observe children's interest, direct them towards activities suited to their stage of development and create a positive atmosphere for learning. They present individual lessons that are brief and precise and allow children to discover learning outcomes on their own. അവരവരുടേതായിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസ്, പഠന ഉദ്ദേശ പൂർത്തീകരണം, അത് അവരവരുടെ ഔട്ട്കംസ് ആണ്. എന്താണ് പഠനോദ്ദേശം? ഇന്നത് പാഠ്യപദ്ധതി, ഇന്നത് കൊടുക്കണം, ഇന്നത് നേടണം എന്ന് നമ്മൾ ഒരു ടീച്ചിങ് പ്രാക്ടീസിലെ മാനുവലിൽ നമ്മൾ എഴുതുന്നത് പോലെ ഇന്നത് കിട്ടിയില്ല എങ്കിൽ അത് കിട്ടിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ മത്സരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. കുട്ടി എന്താണോ അവൻ്റെ രീതിയിലേക്ക് അച്ചീവ് ചെയ്യുന്നത്, അത് ആ കുട്ടിക്ക് യഥാർത്ഥ രീതിയിൽ കൈത്താങ് നൽകി അവനെ കൃത്യമായി പരിപോഷിപ്പിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവൻ്റേതായിട്ടുള്ള സ്പീഡ്, അവൻ്റേതായിട്ടുള്ള അക്യുറസി, അവൻ്റേതായിട്ടുള്ള ഓൺ സ്പേസ്, അവൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള സമയം അനുവദിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് ടീച്ചറിന് ഒരുപാട് റോൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ വളരെ ദൈർഘ്യമേറിയതായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻസ് താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയാണ്. സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി താങ്കൾക്ക് ഇത് അഭിമാന പുരസ്സരം പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് മുബാറക് മാസ്റ്റർ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും താങ്കൾക്ക് കിട്ടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാം, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സുഭദ്രമായ ഈ കാഴ്ചപ്പാടുകൾ, സുഭദ്രമായ വിദ്യാഭ്യാസ രീതി ആഗോള അടിസ്ഥാനത്തിൽ വികസിത രാജ്യങ്ങളിൽ പരിചയപ്പെട്ടിരിക്കുന്ന ഈ രീതി നമുക്ക് സ്വന്തം മാതൃഭാഷയിൽ ചെയ്ത് തുടങ്ങാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അഡ്മിഷനോടനുബന്ധിച്ചോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് വീഡിയോയിലെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ വാട്സപ്പ് ചെയ്യുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.